ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് കുറേ തർക്കിച്ചൊക്കെ നേരെ അടുക്കളയിലേക്ക് ജോലി ചെയ്യാനായിട്ട് കയറുകയാണ്. അപ്പോൾ സച്ചി വീണ്ടും വന്നിട്ട് അടുക്കളയിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കിയതിന് ശേഷം നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം. ഇതെന്താ സച്ചിയായിട്ടേ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്കെന്താ കെട്ടിപ്പിടിച്ചൂടെ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കും എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ ഇങ്ങനെ വട്ടം ചുറ്റിക്കാണ്. അയ്യോ സച്ചിയേട്ടാ ഒന്ന് വീട് സച്ചിയേട്ടാ, ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ വിട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈ തട്ടിത്തെറിപ്പിച്ച് സച്ചിയെ പിടിച്ച് ഒറ്റ ഉന്തൽ. സച്ചി അങ്ങോട്ട് ഇങ്ങനെ മറിഞ്ഞു വീഴുക. അവിടെ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വീണ്ടും അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുക. ആ സമയത്ത് സച്ചി വിടുമോ? സച്ചിക്ക് ഇപ്പോൾ കുറച്ച് റൊമാൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ സച്ചി പുറകേക്കൂടി ഇങ്ങനെ വന്നിട്ട് രേവതിയുടെ കവളിലൊരു ഉമ്മയും കൊടുത്തിട്ട് ഒറ്റ ഓട്ടം. രേവതി ആകെ ഞെട്ടി പേടിച്ച് വിറച്ചു പോയി. കാരണം അങ്ങനെ ഒരു ഇതുണ്ടാവുന്ന രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സച്ചിയാണെങ്കിൽ ചമ്മി നാറിയിട്ടൊരു അവസ്ഥയില്ലാതെ നിൽക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടു. രേവതിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രവിയെ കാണിക്കുകയാണ്. അപ്പോൾ രവിയോട് ചന്ദ്ര ചോദിക്കുന്നത്, എന്താണ് രവിയേട്ടാ സുധി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ഇത് അവനെവിടെ പോയോ, പച്ചക്കറി തന്നെ മേടിക്കാൻ പോയതാണോ എന്നൊരു സംശയത്തോടു കൂടി തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു തരേണ്ട താമസം. ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് വരിക. അതേ വന്നു നിൻ്റെ മോൻ, ഒച്ച കേട്ടില്ലേ? ശ്രുതി ഇങ്ങോട്ട് വന്നേ ശ്രുതി, നീ പറഞ്ഞ പച്ചക്കറികൾ മുഴുവനും ഉണ്ട് ശ്രുതി, ഇത് നോക്കിയേ ശ്രുതി, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഭയങ്കര സന്തോഷത്തോടെയാണ് ശ്രുതി അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ സച്ചി വന്നിട്ട്, എന്താടാ നീ പുറത്ത് പോയിട്ട് നീ ഒരു തുള്ളി വേർത്തിട്ട് പോലും ഇല്ലല്ലോ, നീ എന്താ നടന്നല്ലേ പോയത്? ഇല്ല, ഞാൻ കാറെടുത്തോണ്ടാ പോയത് എന്ന് പറയുക. കണ്ടോ അച്ഛാ, ഇവൻ കാറെടുത്തോണ്ട് പോയെന്ന്. അതിനെന്താണ് ഇപ്പോൾ കുഴപ്പം? എൻ്റെ കാറ് ഞാൻ എടുത്തോണ്ട് പോകുന്നതിൽ എന്താ ഇപ്പം പ്രശ്നം? എടാ ഒരു പച്ചക്കറി മേടിക്കാൻ പോകാൻ പോലും നിനക്ക് കാർ എടുത്തോണ്ട് പോകണം അല്ലേടാ? ശരി അതെല്ലാം വിട്, നീ പച്ചക്കറിയെല്ലാം മേടിച്ചോ അല്ലേ? രേവതിയിലേക്ക് കൊടുക്ക്. രേവതി ദേ ഈ പച്ചക്കറിയൊക്കെ മേടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ആ പച്ചക്കറിയൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അതേ ശ്രുതി ബാക്കി 10 രൂപയുണ്ട്. ശ്രുതി ഞെട്ടിപ്പോയി. 10 രൂപയോ? അതെന്താ 10 രൂപ? 490 രൂപ. ഇത്രയും പച്ചക്കറി മേടിച്ചിട്ട് 490 രൂപയോ? ഇതെന്താ, ഇത് എവിടുത്തെ കണക്കാണ്? അപ്പം നമ്മുടെ രേവതി പച്ചക്കറി നോക്കുകയാണ്. അയ്യോ സച്ചിയേട്ടാ, ഇത് കുറച്ച് പച്ചക്കറിയുള്ളൂ, ഇത് 490 രൂപ ആവില്ല സച്ചിയേട്ടാ, ഇതെന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ നീ കറക്റ്റായിട്ട് തന്നെയാണോ നീ മേടിച്ചത്? അപ്പോൾ സച്ചിക്കൊരു ഡൗട്ട്. എടാ സത്യം പറയടാ, നീ പുറത്ത് പോയിട്ട് നീ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചില്ലേടാ, അതല്ല ഇത്രയും പൈസ ആയത്? അയ്യോ അച്ഛാ, ഇവൻ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ് അച്ഛാ, ഞാൻ പൊറോട്ടയും ബീഫൊന്നും കഴിച്ചില്ല, പച്ചക്കറി മേടിച്ചിൻ്റെ പൈസയാ അയാൾ 490 എന്നും പറഞ്ഞിട്ട് ബാക്കി 10 രൂപ എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ 500 കൊടുത്തേക്കും ബാക്കി 10 രൂപ എൻ്റെ കയ്യിലേക്ക് തന്നു വെച്ചാ. എൻ്റെ ദൈവമേ, എന്നാലും നിന്നെ പറ്റിച്ചോടാ എന്നൊക്കെ ഞാൻ ചോദിക്കണേ. അപ്പം അത്രയും പച്ചക്കറിക്ക് ആവില്ലേ? ഇല്ല, ഒരിക്കലും ആവില്ല. അത്രയും രൂപ ഒരു പച്ചക്കറിക്കും അത്രയും വില ഒന്നാവില്ല, അത് നിസ്സാര പച്ചക്കറിയല്ലേ മേടിച്ചോളൂ എന്നൊക്കെ സംസാരിക്കുകയാണ്. നിൻ്റെ ഒരു ബില്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ കയ്യിലേക്ക് നമ്മുടെ ശ്രുതി എടുത്ത് ബില്ലെടുത്ത് കൊടുക്കുകയാണ്. ശരിയാണല്ലോ, ഈ ബെല്ലെല്ലാം ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, ഇതെന്താ ഇത് ഇങ്ങനെ 490 തന്നെയാണല്ലോ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എടാ നീ മേടിച്ച പച്ചക്കറി കടക്കാരനെ ഇപ്പോൾ വിളിക്കുന്നത്. ശരിയാ, ഞാൻ അയാളുടെ കടയിൽ നിന്ന് തന്നെയാണ് പച്ചക്കറി മേടിച്ചത് എന്ന് പറഞ്ഞ് എന്താടോ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അതെ ആണോ, ശരി ഓക്കെ, അങ്ങനെയാണല്ലേ, ശരി ഞാൻ ഏതായാലും പറഞ്ഞു, ഞാൻ ശ്രുതിയുടെ നമ്പർ തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. എടാ അയാളിപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞറിയാമോ, അയാളുടെ ബില്ലടിക്കുന്ന മെഷീനില്ലേ അത് തെറ്റായിരുന്നു എന്ന്. ബില്ലടിക്കുന്ന മെഷീനിൽ അത്രയും രൂപ വന്നാന്നാ പറഞ്ഞത്. അതെ പൈസ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ പുറകെന്ന് ഒരുപാട് പ്രാവശ്യം അയാൾ വിളിച്ചായിരുന്നു, പക്ഷേ നീ തിരിഞ്ഞു നോക്കിയില്ല എന്ന്. അയ്യോ അച്ഛാ, അപ്പം അത് പറയാനാണോ അച്ഛാ എന്നെ വിളിച്ചത്? ഞാൻ വിചാരിച്ചു വല്ല കടക്കാരായിരിക്കും വിളിച്ചതെന്ന്. അതല്ല, വല്ല പരിചയക്കാരായിരിക്കും വിളിച്ചതെന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. എടാ നിനക്കൊക്കെ 7 ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നു, എന്തിനാടാ വെറുതെ 7 ഡിഗ്രിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? ഒരു കണക്ക് കൂട്ടാനും പോലും അറിയില്ല. ഇത്രയും പച്ചക്കറിയെ തന്നുള്ളൂ, അപ്പോൾ ഇത്രയും രൂപയായോ എന്ന് അയാളോട് ചോദിച്ചാൽ മര്യാദയുണ്ടല്ലോ. അതുപോലും ചോദിക്കാതെ അവന് കിട്ടിയതും കൊണ്ട് തിരിച്ചു പോന്നിരിക്കുന്നു. നീയൊക്കെ എവിടത്തെ ഡിഗ്രിക്കാരനടന്ന് സച്ചിൻ സംസാരിക്കുകയാണ്. അതല്ല ഇനി വിട്, ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. മോളെ ശ്രുതി, നിൻ്റെ നമ്പറും ഞാൻ അയാളെ കൊടുക്കാം, ബാക്കി പൈസ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നോളൂ കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെല്ലാവരോടും. എന്ത് കാര്യം? അതെ, നാളെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്, അതുകൊണ്ട് മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം രേവതിയുടെ കയ്യിലേക്ക് നീ മേടിച്ചു കൊടുക്കണം.
വിശേഷപ്പെട്ട ദിവസമോ? അപ്പം സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ അച്ഛാ വിശേഷപ്പെട്ട ദിവസം? നിനക്ക് എന്താ വിശേഷപ്പെട്ട ദിവസം ഓർമ്മയില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് ഓർമ്മയില്ല. എന്തായിരിക്കും വിശേഷപ്പെട്ട ദിവസം? അപ്പോൾ ശ്രുതിയും ഒക്കെ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാം. പിന്നീടാണ് നമ്മുടെ സച്ചിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അച്ഛാ, എനിക്ക് ഓർമ്മ വന്ന അച്ഛാ, നാളത്തെ ദിവസം ഇവനാ 50 ലക്ഷം രൂപയും കൊണ്ട് ഓടിക്കളഞ്ഞ ആ ദിവസമല്ലേ അച്ഛാ? തൊട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ദിവസമില്ല. നീ എന്തിനാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ പൈസ എടുത്തുകൊണ്ട് പോയ ദിവസമെന്ന്. അതെ, നീ ദേ ആ ദിവസമാണ് പൈസ എടുത്തുകൊണ്ട് പോയത്. അപ്പം നാളെയാണ് 1-ാം വാർഷികം എന്നിങ്ങനെ പറയാ. 1 വർഷം തികഞ്ഞ എൻ്റെ വാർഷികം. ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് അത് തീരെ കൂടി ഇഷ്ടപ്പെട്ടില്ല. അതല്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതൊന്നുമല്ല, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ? അത് മാത്രമേ ഓർമ്മയുള്ളൂ അച്ഛാ. പിന്നെന്താ അച്ഛാ? പിന്നെന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. മനസ്സിലാവില്ലല്ലേ നിനക്ക്? അപ്പോൾ ശ്രുതിക്കും കാര്യം മനസ്സിലായി. കാരണം ആ ദിവസം തന്നെയാണല്ലോ രേവതിയുടെ കഴുത്തിൽ സച്ചി താലി കെട്ടിയത്. അപ്പോൾ ഇവർക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ വീണ്ടും രവി ചോദിക്കുകയാണ്, നിനക്ക് വേറെ ഒന്നും ഓർമ്മയില്ല? നാളത്തെ വേറെ വിശേഷം അറിയില്ല? ഇല്ലച്ചാ, എനിക്ക് വേറെ വിശേഷമൊന്നും അറിയില്ല. അപ്പോൾ രേവതിക്ക് സങ്കടം വന്നിട്ട്, വേണ്ട അച്ഛാ, ഇനി അച്ഛൻ പറയണ്ട, അങ്ങേർക്ക് അതൊന്നും ഓർമ്മ കാണില്ല. വേറെ കാര്യങ്ങളാണല്ലോ അങ്ങേർക്ക് ഓർമ്മ. അതുകൊണ്ട് അച്ഛൻ ഇനി ചോദിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ അടുക്കളയിലേക്ക് കയറിപ്പോയിരുന്ന് ഭയങ്കരമായിട്ടും കരയാ. അച്ഛാ, ഇപ്പം അവൾ രേവതി എന്തിനാ അരിശപ്പെട്ടു പോയത്? എന്നാലും സച്ചി, നിന്നെ സമ്മതിക്കണം. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ്. രേവതി, നീ എന്തിനാ രേവതി ഇങ്ങനെ കരയുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് നാളത്തെ ദിവസം ഓർമ്മയില്ലല്ലേ? ഇല്ല രേവതി. എന്താ രേവതി എന്ന് വെച്ചാൽ പറഞ്ഞൂടെ? അല്ല, നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നാളത്തെ വിശേഷപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി ഓടി ആ ഒരു വരാന്തയുടെ അരികിൽ പോയി ഇങ്ങനെ ഇരിക്കുക. പാറ രേവതി, എന്താ രേവതി, ദേ നീ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ, എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ നിങ്ങളുടെ ഏട്ടൻ 50 ലക്ഷം രൂപയും കൊണ്ട് ഓടിപ്പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ആണല്ലോ, നാളത്തെ ദിവസം അതാണല്ലോ, അവൻ ആ 50 ലക്ഷം രൂപയും കൊണ്ട് ഓടിപ്പോയല്ലോ. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ട്. പക്ഷെ ആ ദിവസം തന്നെയല്ലേ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഇത് കേട്ട് സച്ചി ഒന്ന് ഞെട്ടിപ്പോവാണ്. ആകെ പകച്ചു പോയൊരവസ്ഥ. അത് പിന്നെ രേവതി, നിങ്ങൾക്കത് ഓർമ്മ കാണില്ല, അല്ലെങ്കിലും എന്നെക്കുറിച്ചുള്ള ഒരു ചിന്തയും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെയാണ് ചിന്ത, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു ചിന്തയില്ല സച്ചിയേട്ടാ എന്നിങ്ങനെ സംസാരിക്കണം. അയ്യോ രേവതി, അതല്ല രേവതി, ദേ നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് രേവതി. പിന്നെ ഈ കല്യാണം അത് പെണ്ണ് കാണൽ ചടങ്ങോ അല്ലെങ്കിൽ കാർഡടിച്ച് കിടക്കലോ അല്ലാതെ നല്ല ആഡംബരമായിട്ട് ചടങ്ങോ അതൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാതിരുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നാനായിരുന്നു. ഇത് ഞാൻ ടാക്സി ഓടുന്ന സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് എടാ ഇങ്ങോട്ട് വാടാ, വന്നിട്ട് ദേ ഇവളെ കഴുതി താലി കെട്ടറ എന്നല്ലേ പറഞ്ഞത്. അതെങ്ങനെയാണ് രേവതി ഓർത്തിരിക്കുന്നത്? ദേ നിന്നെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. നിന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം, പിന്നെ നീ എന്നോട് സംസാരിച്ച ദിവസം, അങ്ങനെതായ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് രേവതി. ഇത് കേട്ട രേവതിയാണെങ്കിൽ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പറ, എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? ഇത് കേട്ട സച്ചി, അത് പിന്നെ രേവതി, എന്താ പറ, എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാ? അത് പിന്നെ രേവതി, ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ് രേവതി? അതന്ന് കല്യാണത്തിൻ്റെ അന്ന് എന്നെ താലി കെട്ടില്ലേ, അപ്പോഴല്ലേ ആദ്യമായിട്ട് കണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, കണ്ടോ, എനിക്കറിയാം സച്ചിയേട്ടാ, നിങ്ങൾ പറയുന്ന മുഴുവനും പച്ചക്കള്ളുവാ. നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ പോലും ഞാനില്ല, എനിക്കത് മനസ്സിലായി. നിങ്ങൾ വെറുതെ പറയാം എന്നോട് ഇഷ്ടമുണ്ട്, എൻ്റെ ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന്. ഇല്ല രേവതി, പറ രേവതി. നിങ്ങളെ ദേ കണ്ട എവിടെ വെച്ചാണെന്നറിയാമോ? ദേ അതായത് നിങ്ങളെ ഞാൻ കണ്ടത് അന്ന് എൻ്റെ പൂക്കൊട്ട എടുത്ത് നിങ്ങൾ വലിച്ചങ്ങോട്ട് എറിഞ്ഞില്ലേ, അപ്പം നിങ്ങളെ ഞാൻ കണ്ടു. പിന്നെ നിങ്ങൾ ഒരു റൗഡിയെ തല്ലാനായിട്ട് ഓടിച്ചിട്ടില്ലേ, അത് ഞാൻ കണ്ടു. പിന്നെ നിങ്ങളൊരു കത്തി കൊണ്ട് റൗഡിയെ കുത്താനായിട്ട് ഓടിച്ചിട്ടില്ലേ? ഞാനാരെയാ കുത്താനായിട്ട് ഓടിച്ചിട്ടത്? പിന്നീട് എനിക്ക് മനസ്സിലായത് അത് നിങ്ങൾ കുത്താനായിട്ട് ഓടിച്ചിട്ടതല്ല, ഒരു സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ ചെയ്തതാണെന്ന്. അത് പിന്നെ രേവതി, അന്നൊരു സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചായിരുന്നേ, അതുകൊണ്ട് ഞാൻ പോയതാണ്. കണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് എന്നെക്കുറിച്ച് ഒരു കാര്യം പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
പക്ഷേ നീ അന്ന് എനിക്കൊരു പേരിട്ടായിരുന്നല്ലോ, നീ എന്നെ ഒരു പേര് ചൊല്ലി വിളിച്ചായിരുന്നല്ലോ, അതെന്താ രേവതി? അത് പിന്നെ സച്ചിയേട്ടാ, അത് എന്താ ആ പറ രേവതി, ഇത്രയും കാര്യങ്ങളൊക്കെ നീ പറഞ്ഞില്ലേ, അപ്പൊ ഇതും കൂടി പറഞ്ഞാൽ എന്താ പ്രശ്നം? അത് സച്ചിയേട്ടാ, എനിക്കത് ഓർമ്മയില്ല. ആഹാ, ഇത്രയൊക്കെ ഓർമ്മയുണ്ട്, എന്നിട്ട് അത് ഓർമ്മയില്ലെന്ന്. എന്താണ് ആ പേര് എന്നിങ്ങനെ കുറെ നേരം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒന്ന് ചിരിച്ചുകൊണ്ട്, അത് പിന്നെ ഗുണ്ട. ആ, ഗുണ്ട, അത് തന്നെ. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് രേവതി. ഇപ്പോ നീ എന്നെ ഗുണ്ടയെന്നാണ് വിളിക്കുന്നത്, ഇപ്പൊ ഞാൻ ഗുണ്ടയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല, എൻ്റെ പുരുഷനാണ്. ആണല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേവതി, അന്ന് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു രേവതി? ഇല്ല, എനിക്കിഷ്ടമില്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്താ, എന്നെ പേടിയായിരുന്നോ? ഏയ്, പേടിയൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളെ കാണുന്ന പോലെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആണോ രേവതി? ഇപ്പം എങ്ങനെയാണ് രേവതിക്ക് എന്നോട് എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ് രേവതിയെ. അതെന്താ, ഇപ്പം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാലോ, പിന്നെ എന്തിനാ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്? അല്ല, എനിക്കറിയാം, എന്നാലും നിന്റെ നാവ് കൊണ്ട് എനിക്ക് കേൾക്കാലോ രേവതി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പം എങ്ങനെയാ? എനിക്കിപ്പോ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് സച്ചിയേട്ടനെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഓഹോ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണല്ലേ? ഒത്തിരി ഒത്തിരി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രണയം അവരവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ചന്ദ്ര വിളിക്കുകയാണ്, രേവതി എന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ, അമ്മ വിളിക്കുന്നു, വിട് സച്ചിയേട്ടാ. അങ്ങനെ രേവതി ഓടിപ്പോകുന്ന സമയത്ത് രേവതിയുടെ കൈ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട്, അവിടെ നിൽക്ക് രേവതി, നമ്മൾ പ്രണയിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ രേവതി. വീണ്ടും അമ്മ വിളിക്കാൻ തുടങ്ങി, വീട് സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈയും തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ രേവതി ചന്ദ്രയുടെ അരിയിലേക്ക് ഓടിപ്പോവുകയാണ്. രേവതിയുടെ ആ സ്നേഹവും ഒക്കെ കണ്ട് നമ്മുടെ പ്രണയത്തിൽ മുങ്ങി നിൽക്കുകയാണ് സച്ചി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.